ചവ്വരിയൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പി നോക്കാം. ഒരു പാത്രത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ അതും ചേർത്ത് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ആ നെയ്യിലേക്ക് തന്നെ 2 കപ്പ് സേമിയ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകരുത്. ഇതുപോലെ ഒന്ന് കളർ മാറി വരുന്ന സമയം നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇനി 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1.5 കപ്പ് അളവ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയം നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയും ചേർത്ത് കൊടുത്താൽ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഒന്ന് മെൽറ്റായി പാല് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കുക. ഇനി ഈ സേമിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വരണേ. അതുകൊണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അടിക്ക് പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ സേമിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിൽ 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുന്തിരിയും ഒരു പിഞ്ച് അളവിൽ ഉപ്പുകൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുത്താലുണ്ട് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസം റെഡിയാണ്. ഇതുപോലെയുള്ള ഈസി റെസിപ്പികൾക്കായി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ